ഹായ്, എന്താ പാട്? സുഖല്ലേ? നട്ടപ്പായിരാക്ക വീഡിയോ ചെയ്യണത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇരുന്നപ്പോ ഇങ്ങനെ ഒരു റീല് കണ്ടു. അടുത്ത റീല് മാറ്റിയാൽ അതിനേക്കാൾ അപ്പുറം ഉള്ളത് കണ്ടു. അപ്പൊ ഞാൻ രണ്ടിന്റെയും ഡേറ്റ് ഒന്ന് എടുത്ത് നോക്കി. രണ്ടിന്റെയും ഡേറ്റ് ഒന്ന് നോക്കി. ഇന്നലെ ഇന്നും ആയിട്ടുള്ള വീഡിയോ ആണ്. ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോ. അവനില്ലാതെ ഞാനില്ല. കണ്ണന്റെ പരിഭവം കണ്ടോന്നൊക്കെയാണ് ഇപ്പൊ മൂപ്പത്തിയേര് പറയണത്. ഇതെന്നത്തെ? ഇത് ഇന്നലെ മിനിഞ്ഞാന്ന്. ഇപ്പൊ ഇന്ന് 12 മണി കഴിഞ്ഞിക്കണു. അപ്പൊ മിനിഞ്ഞാന്നത്തെയാണ്. ഇനിയിപ്പൊ ഇന്നത്തെ കേൾക്കണോ? വേണോ? എന്നാ കണ്ടോ. ഇതാ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന്റെ തുടക്കം കേട്ടാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വല്ല ദിക്കറിലോ സലാത്തിലോ മജ്ലിസ് നൂറിലോ ഒക്കെയാണ് ഇരിക്കണത്, അല്ലെങ്കിൽ അതാണ് ഇപ്പൊ തുടങ്ങാൻ പോണെന്ന്. എന്നാ ഒന്നുമല്ല. എന്തായാലും വീഡിയോ കാണിച്ചു തരാം. അതാ. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. പിന്നെ ഭയങ്കര സുഖം. ഇതുവരെ നിങ്ങൾ കേട്ടില്ലേ? എന്ത് പോലെ 5-8 ആൾക്കാർ ഇപ്പൊ സലാം പറഞ്ഞു. ഈ സലാമൊക്കെ മടക്കി എല്ലാവർക്കും സുഖാണോ എന്ന് വിശ്വസിക്കുന്നു. ഇജ്ജ് വിശ്വസിച്ചോ? അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാ അള്ളാടെ ദുനിയാവില് ഇവളത്ര കുഴപ്പം വേറെ ആർക്കും ഉണ്ടാവില്ല. കേട്ടോ? അപ്പോൾ ആദ്യം തുടക്കം പറഞ്ഞ എന്താ? അസ്സലാമു അലൈക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോണൂന്ന്. ഇനി അങ്ങോട്ടാ കേക്കണ്ടേതാ. എന്നാ ചായ കൊടുക്ക. ഇതൊരു ക്രെഡിറ്റോ ആയിട്ട് ഞാൻ പറയണല്ല. ഞാൻ പറഞ്ഞില്ലേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ ഇനി അങ്ങോട്ട് പറയുന്നത് ഏറ്റവും വലിയ കുഴപ്പമുള്ള ആൾക്കാരെന്ന്. ഇപ്പൊ 2 വട്ടം അത്ര കൊല്ലാൻ നോക്കിക്കണ്. അതും ഒരു മനുഷ്യനെ. ആലോചിച്ച് നോക്കണം. ഓരോക്ക് കൊല്ലാന്നുള്ളതൊക്കെ ഓക്കെ. ഈ രണ്ടാമത് എങ്ങനെ ഈ കൊല്ലത്? എന്തായാലും നമുക്ക് കേക്ക ബാക്കി. കടന്നുറങ്ങണ്ടേ? ഷാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് എന്നെ കൊല്ലുമെങ്കിൽ അതിന് ഉത്തരവാദി ഷാൻ തന്നെയാണ്. ഇന്നലെതായി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇട്ടതാ. കണ്ണനെ എന്താ പാട്ട്? ഏത്? നീ ഇല്ലാണ്ട് എനിക്ക് പറ്റൂലെന്നൊക്കെ ആയിരുന്നു ആ പാട്ടിന്റെ. ഞാൻ മറന്നു സംഭവം. അതായിരുന്നു. നേരം വെളുത്തിട്ട് ചെങ്ങായി ചായ കുടിച്ച് പുറത്തേക്ക് പോയപ്പോഴത്തേന് ഓളിട്ടു. ഓളെ 2 ഒക്കെ കൊല്ലാൻ നോക്കി. പിന്നെ കുട്ടികൾ മദ്രസ പോയി വന്നു. അതിന് ചായയും കൂടിയും കൊടുക്കാതെ ഓളിപ്പോ ലൈവ് ഇടുക. എന്നിട്ട് ഓള് പറയാം ഞാൻ ഇന്നലെ ലൈവ് ഇട്ടിരുന്നു, എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോ അത് ഞാൻ ആരെങ്കിലും മിസ് ചെയ്തിക്കണെന്ന് വെച്ചെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആക്കിയിട്ട് വേറെ ചെയ്തിരിക്കണത്. ബാക്കി പറ. അടക്കാക്കുരു പോലും എത്ര പോന്ന പൈതലുണ്ടാകൊണ്ടാണ് ഇപ്പൊ രക്ഷപ്പെട്ട 2 മരണത്തിൽ നിന്നാ പറയണത്. ഞാൻ പോവുക അല്ലേ? വേണ്ട, എന്താ പറയണ നോക്കാതെ അല്ലേ? നമ്മള് എന്താ മോൻ കയറി എത്ര വട്ടം എന്റെ ഉമ്മച്ചി ഒന്ന് ചെയ്യല്ലേ, എന്റെ ഉമ്മച്ചി ഒന്ന് ചെയ്യല്ലേ, എത്ര വട്ടം കെട്ടിപ്പിടിച്ചെന്നറിയാമോ മോൻ ഇങ്ങനെ ഈ പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ട്. വല്ലാത്തൊരു ഔലിംഗഞ്ഞന്നെ ഇത്. കഴിഞ്ഞ വീഡിയോയിലാ പോള് പറഞ്ഞത് വാപ്പാന്ന് വിളിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. ഇപ്പൊ പറയുന്നു ദാ ഇവ ഉണ്ടാകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന്. ആലോചിച്ച് നോക്കണം. ഇനി ഒരിക്കൽ വാപ്പാന്ന് വിളിച്ചിട്ടുണ്ടാവോ? അതിപ്പോ ആരാ സംസു? ഇതിന്റെ ഇടയ്ക്ക് അയിനെയും കെട്ടിയോ? ഇതാരീ സംസു? സംസു ഇവിടെ കുട്ടിയുടെ പേരാ? എങ്ങനെ ജീവിക്കേണ്ടിയുള്ള മക്കളാണ്. ഇതിപ്പോ വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ച് ഇപ്പൊ അയൽവാസികളോടായി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ആദ്യം എന്തൊന്ന് കഴിച്ചട്ടെ. അതായത് വീട്ടുകാരെ വെറുപ്പിച്ചു, ഇപ്പൊ അയൽവാസികളെയും വെറുപ്പിച്ചു. ഓനെ കെട്ടീന് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മുന്താസും ഷാജഹാനും ഓൾ 5ാമത്തെ കെട്ട ചെങ്ങായിയുടെ പിന്നാലെ പോയപ്പോ തന്നെ ആ നാട്ടിലും വീട്ടുകാരും പറഞ്ഞതാണ് ഇവൻ ലോക ഫ്രോഡാണ്, ഓന്റെ പിന്നാലെ പോണ്ടത്. അല്ല ഇത് ഞാനൊന്നും പറയില്ല. കാരണം എന്താ അറിയോ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ചെന്നാലും
ഒരു നേരം വെളുക്കുമ്പോഴൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇതിലൊന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോഴത്തേന് ചങ്ങായി തിരിച്ചും വന്നിട്ടുണ്ടാവും. എന്താ പ്രശ്നം? എന്തായാലും പറ. റബ്ബറും പാലെടുത്തപ്പോ ഫോണോ? ഞങ്ങളൊക്കെ റബ്ബറും പാലെടുത്തിട്ട് റബ്ബർ പാലാ വരില്ല. അതിന്റെ ഫോണാവില്ല. അത് വല്ലാത്ത മോശമായി. അത് പറയേണ്ടിന്നു. അതുകൊണ്ടാണ് അത് പൊട്ടിച്ചത്. കാരണം ഇത്തരത്തിലുള്ള വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ തള്ളി വിടുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെയും കൂടി ഒരു ഇൻസൾട്ടർ ആക്കണ പരിപാടിയാ. അറിയണക്കെ ഒരു ഫോൺ മറ്റേ ഷാനെറിഞ്ഞ് പൊട്ടിച്ചത് ഓള് സോഷ്യൽ മീഡിയ പറഞ്ഞില്ലാന്ന്. ഇതിനേക്കാൾ വലിയ നാണക്കേട് എന്താണൊക്കെ? അങ്ങനെ എത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിസാരമാക്കിയിട്ട് വിട്ട് കളയാൻ പറ്റുമോ? എത്ര നേരം കൊണ്ട് ഈ ഫോണിന് വേണ്ടി ഒരുങ്ങിയതെന്ന്. ഞങ്ങളൊക്കെ ഇവിടെ കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ല വീടിരിക്കലിനൊക്കെ പോകുമ്പോഴാണ് ഞങ്ങൾ ഒരുങ്ങല്. ഇത് ഫോണിന് വേണ്ടി ഒരുങ്ങാന്ന് പറയണേ ഞാൻ നടടക്കി ഇരിക്കുക. എന്തായാലും പറയപ്പെടെ. ഈ മുത്തുമോനെന്ന് പറയുന്നപ്പോൾ വയറ്റിന്റെ ഉള്ളിലുള്ള കുട്ടിയാ അതോ പുറത്തുള്ള കുട്ടിയോ? വയറ്റിലൊക്കെ കയറി പിടിച്ചു അറിയുമ്പോ ഇനിയിപ്പൊ ആ കുട്ടി ഇതിൽ ഇടപെട്ടോ? ഇത് ദുനിയാവിക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ഇതിലൊക്കെ കയറിയിട്ട് ഇടപെടേണ്ട കാര്യം ഉണ്ടോ കുട്ടിക്ക്? ബാക്കി പറ. നമ്മളില്ല അവർക്ക് ഇരട്ടി ഇതാണ് ശക്തിയാണ്. ഇന്നലെ തറയിലിട്ട് ചവിട്ടി എന്നാ ഇന്നലെ ഉമ്മച്ചീനെ എന്തൊക്കെ. സിനിമയില് മദ്യപിക്കണ കണ്ടിട്ട് മദ്യപിച്ചതാണ്. അപ്പൊ അതിൽ ഇരട്ടി ശക്തിയാണ്. എന്നിട്ട് തറയിലിട്ട് ചവിട്ടീന്ന്. തറയിലിട്ട് ചവിട്ടാ എന്താ മറ്റേ ചവിട്ടിയ അന്നെ തറയിലിട്ട് ചവിട്ടാ. അപ്പൊ എണ്ണണ്ടേ? കാരണം ക്രിമിനലാണ്. ഇതിന് മുന്നേയും നല്ല ക്രിമിനൽസ് വരുന്നെന്നാണ് അറിയുന്നത്. ഞാൻ അന്ന് ആരെന്നോട് മറ്റേ അപരാധമൊക്കെ പറഞ്ഞു. ഓ നല്ല ക്രിമിനൽസ് അത്രേ. ഇതിന് മുന്നേ നല്ല ക്രിമിനൽസ് അത്രേ. അത് ഓളിപ്പം അറിയാം. ഇന്നോ നാളെ വെച്ചിട്ട് പറയാൻ നിൽക്കാവോള്. എന്നിട്ടിപ്പോ ഓള് പറയണേ ഭയങ്കര ക്രിമിനലായിരുന്നു കേട്ടോ. ഞമ്മളെ ഷാനിനെ കെട്ടിക്കണോണം. ഏതേ ഓളിപ്പോ പറയണേ ഭയങ്കര ക്രിമിനലിനെ കേട്ടോ. എന്നാ ബാക്കി പറ. മോനിങ്ങനെയാണ് ഇല്ല മോളെ, അവനെ വേറെ പ്രശ്നങ്ങളില്ല ആൾക്കാർ പറയണ കണക്കല്ല. എന്നിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം മുമ്പ് അവർ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മദ്യപാനം എന്നങ്ങനെ ഇല്ലായിരുന്നു. ഇതിപ്പോ എന്ന് വെച്ചാൽ നേരം വെളുക്കുമ്പോ മദ്യപിക്കാനാണ്. ഒരു ജോലിക്ക് പോവാന് വയ്യ. ജോലിക്ക് പോയാലും മദ്യപിച്ച് ഇങ്ങനെ ഒന്നും അല്ലല്ലോ ആദ്യം പറഞ്ഞിരുന്നെ. ഷാൻ ആദ്യം കെട്ടിയതിന്റെ പേരിൽ അവള് കാരണമാണ് മദ്യപാനം തുടങ്ങിയ. പിന്നെ കംപ്ലീറ്റ് ഞാൻ അങ്ങോട്ട് നിർത്തിച്ചു. ഇപ്പൊ ഷാൻ ഭയങ്കര ഉഷാറാണെന്ന്. ഇപ്പൊ പറ ഷാന്റെ അമ്മ 1 വർഷമായിട്ട് വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്ലൂ തന്നിരച്ചെന്ന്. ഏത് ഇന്ന് വരെ ഏതെങ്കിലും മറ്റേ സ്വന്തം മകനെ കുറിച്ചിട്ട് മറ്റേ എന്തെങ്കിലും മോശത്തരം പറയോ? അത് മരിയോളോടും കൂടി. ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ. ഈ എന്താ പറയാ ഒരു ജീപ്പ് ആൾക്കാർ പോയിട്ട് അന്വേഷിച്ച് കെട്ടിച്ചാലല്ലേ പന്നെ അല്ലെ? അങ്ങനെ മഹല്ലേരൊക്കെ പാടെ കൂടി നടത്തിയ ഒരു കല്യാണത്തിൽ പെട്ട മാതിരിയാണ് ഇപ്പൊ ജി വന്നിരുന്ന് കരയണത്. അന്നോട് പഠിച്ച പാട് പറഞ്ഞതല്ലേ ഈ ചങ്ങായി അലാക്ക് കൂതറയണ പോണ്ട കെട്ടണ്ടെന്ന്. ആരെ അനക്ക് ജന്മം തന്ന എന്റെ ഉമ്മയും വാപ്പിയും എന്റെ ബാക്കിയുള്ളവരും എല്ലാരും പറഞ്ഞു. അന്ന് ജന്തിയ പറഞ്ഞ് അന്ന് ഭയങ്കര റോക്കി ബായി കളിച്ചിരുന്നു. എന്ത് എനിക്ക് ആരെതിർത്താലും കുഴപ്പമില്ല, എനിക്ക് എന്റെ ഷാൻ മതി എന്നുള്ളത്. ഇപ്പൊ പറയുന്നു ഷാന് ഭയങ്കര മോശാണ്. ഒന്നും കുടിച്ചു തരുന്നു നമ്മളോട്. ആക്കി പറ. അത് നമുക്ക് അടുത്ത പ്രസവത്തിൽ നോക്കാം. ഈ പ്രസവത്തിൽ ഏതായാലും മദ്യപാനിയാണെന്ന് അറിഞ്ഞില്ലേ? ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് പന്റെ വേറും ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് അടുത്ത വിശേഷം ആവൂലേ?
ആ വിശേഷത്തിന്റെ 10 മാസത്തിലിടക്ക് നമ്മൾ ലൈവ് ഇടുന്നതിൽ ഏതെങ്കിലും ഒന്നിലിടക്ക് ആരെങ്കിലും പറഞ്ഞൊരറിവ് കിട്ടും. എന്ത് ഓൻ ചുണ്ടിന്റെ അടിയിൽ എന്തൊക്കെയോ വെക്കണുണ്ടെന്ന്. ഇത്രയും പറഞ്ഞ കണക്ക് ആൻസാണ് അതിന്റെ പേര് എന്നുള്ളത് അറിയില്ലല്ലോ. പണ്ട് ഗഫൂർ ദുബായി പോയി വന്നിട്ട് മറ്റേ ഒരു പച്ച കളറിലൊരു സാധനമല്ലേ ഇവിടെ നിറച്ച് മുള്ളൊക്കെ അല്ലേ അയ്മ കൂടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കയ്യുമ്മ കുത്തും. അങ്ങനത്തെ ഒരു സാധനമല്ലേ ഇവിടെ ചോദിച്ചു. ആകെ 1.5 കൊല്ലവും ഗൾഫിൽ നിന്നിട്ടുള്ളൂ. എന്നിട്ട് ഇത്രയും പറഞ്ഞു എനിക്കത് ചക്കയാണെന്ന് പറയാൻ അറിയില്ല. അതേമാതിരി അപ്പോൾ പറയണത്. ബാക്കി പറ. കാരണം എന്താ വെച്ചാൽ ഞാൻ മരിക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ വരുത്തിവെച്ച ശിക്ഷയാണ്, ഞാൻ മരിക്കട്ടെ, പ്രശ്നമില്ല. പക്ഷേ അർഹതപ്പെട്ട ശിക്ഷ കിട്ടണം. എന്താ നമുക്ക് കൊടുക്കുക? എന്നെ കൊന്നാൽ പിന്നെ ഈ കുട്ടിയുടെ കാര്യം ഈ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഈ കുട്ടി വയറ്റി ജനിച്ചപ്പോ തൊട്ടേ നല്ല ഉപദ്രവമാണ് എന്നെ. ഞാൻ പബ്ലിക്കിന്റെ മുമ്പ് ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് പരിധി വരെ ഞാൻ നന്നാക്കാൻ നോക്കി. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഞാൻ സത്യാവസ്ഥകൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇവ നാട് കേട്ടില്ലേ? നേരത്തെ പറഞ്ഞ തന്നെ 2 ദിവസം കൂടി ഉള്ളു പ്രസവിക്കാം. അപ്പോഴാണ് ഓള് സത്യാവസ്ഥ ഒക്കെ അറിഞ്ഞിരിക്കണത്. എറണാകുളത്ത് പോയി എന്ന് വെക്കാം. എന്നിട്ട് ഞാനൊരു പരിധി വരാം. ഇപ്പൊ ഈ പ്രശ്നം ഒത്തുതീർപ്പായപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നിങ്ങളെ മദ്യം നിങ്ങളെ ക്രിമിനലാണ്. പക്ഷെ മദ്യപിക്കാതിരിക്കൂ, നല്ലൊരു മനുഷ്യന് അല്ലേ മക്കളെ? മദ്യപിക്കാതിരുന്നാല് വാപ്പച്ചി എല്ലാ കാര്യങ്ങളും ചെയ്ത് മക്കൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ടൊക്കെ വണ്ടിയിൽ പോണല്ലേ. അതുകൊണ്ട് ഈ വീഡിയോ അതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ടൊരു മാഷാള്ള ബൈക്കുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കല്ലമ്പലം അതൊക്കെ ഷെയർ ചെയ്യണം. കാരണം കല്ലമ്പലത്തിൽ വണ്ടി കൊണ്ടിട്ടിട്ട് വണ്ടിയിലധികം എണ്ണ കാർ എടുത്തിട്ട് പോയി ഏറപ്പിച്ച് ഒരു പേടിച്ചിട്ടുണ്ട. കല്ലമ്പലല്ല ഇത്, വെള്ളമ്പലം മുഴുവൻ പോവും. അതിനൊരു ബേജാറും ആകണ്ട കേട്ടോ. ഇനിയിപ്പോ നേരം വെളുത്ത് ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേറ്റേ ഓൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യും, ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. അതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ മറ്റേ എന്താ പറയാ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ഷാന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇജ്ജിന് വരും. അതാദ്യം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോ, അതിനുള്ളൊരു സമയം തരുമുണ്ട്. പിന്നല്ലേ കല്ലമ്പലം എന്തായിരുന്നു വീട് നശിപ്പിക്കുക, എന്നെ ഉപദ്രവിക്കുക. ഇപ്പൊ മക്കളടുത്തായി, മക്കളില് മിഫ്സലിമോയി ഒളിച്ചു നിന്ന് മസ്റൂറ മോളും മുത്തുമോനുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മുത്തുമോനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കഴുത്തിന്റെ ഇവിടെയൊക്കെ അള്ളിയത് എന്റെ കൈയുണ്ട, കൈയൊക്കെ നുള്ളി മുറിച്ചതണ്ട്. ഈ കൈയിൽ ഇവിടെ പൊക്കൂല, പൊക്കാൻ പറ്റുന്നില്ല. അത് ഭാഗ്യല്ലേ, അതും കൂടി കാണണ്ടേ. കൈ ഉപദ്രവിച്ച് നീരുണ്ട് എന്നാ എന്റെ ബാക്കി പറ. ടൈലടിച്ച് ഒരു ടൈലൊക്കെ ഇടിക്കാന്നൊക്കെ പറഞ്ഞതാണ്. ഞാൻ അന്നും ഇന്ന് വരെയും ഈ പിന്നോട്ട്, ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നോട്ടുമായിട്ട് ആരുമായിട്ട് സഹകരിച്ചിട്ടില്ല. ഞാൻ പുറത്തിറങ്ങാറില്ല. എനിക്കിപ്പോഴാണ് ഛർദിലൊക്കെ മാറി വരുന്നത്. ഞാൻ ഈ വയറ്, അതായത് എനിക്കിപ്പം ഈ 3 മക്കളും ഞാനും ഉണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇയാൾക്കൊരു ധാരണയുണ്ട്, ആരും ഇടപെടില്ലല്ലോ എന്ന്. എനിക്കിപ്പോ ആരും ഒരു വീഡിയോയോ ഇത് റീച്ചോ വേറൊന്നുമല്ല. ഇത് പല തവണ സന്ത് പറഞ്ഞ കാര്യമാണ്, ഒത്തുതീർപ്പായ കാര്യമാണ്, അങ്ങനെ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം എന്ന് വെച്ചാൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ് സൈലന്റ് ആക്കി ഒളിപ്പിച്ചാണ് വെച്ചേക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകും. കാരണം വീട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ നിന്ന്. ഇതൊക്കെയാണ് അവസ്ഥ. ഓളിപ്പോ ഈ നാട്ടിൽ നിന്ന് പോവുക, അത്ര വീട് നശിപ്പിക്കാതിരിക്കാൻ വീടും കൊണ്ടുകൊണ്ടു. അതിന് നല്ല ചാക്കിലായിക്കള, ഊണ് പൊട്ടണ്ട. പോണെങ്കിൽ എന്റെ കുട്ടികളെയും കൊണ്ടേ പോവുള്ളൂ. എനിക്ക് കുറച്ച് ഇവിടെ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അതിനിപ്പോ എത്ര വേണം? നാളെ സ്കാനിങ് ആണ്, സ്കാനാണ്. പുറത്തെവിടെയെങ്കിലും പോയി ചെയ്യണം. പുറത്തല്ലേ, സ്കാനിങ് ഇല്ലോടത്തേക്ക് തന്നെ പോയിക്കോ. ഈ പുറത്തു കൂടെ പോയിട്ട് സ്കാൻ ചെയ്യൊന്നും വേണ്ട. എവിടെ വെച്ചാൽ സ്കാനിങ് ഇല്ല അവിടെ പോയാൽ മതി. അല്ല അപ്പൊ പുറത്തു പോയിട്ട് എന്താണ് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സ്കാൻ ചെയ്തിട്ടോ? കാരണം കുട്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ അങ്ങ് ഇല്ലാതാക്കണം. ഇനി കംപ്ലൈന്റ് വരുമോ? മിക്കവാറും ഷാനിനോട് തെറ്റിയ സ്ഥിതിക്ക്
അങ്ങനെയൊന്നും ചെയ്ത് പോകരുത് പൊന്നാര മകളെ. ഓരോരുത്തര് നേർച്ചയും വഴിപാടും അതും ഇതും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് നടക്കുക. നിങ്ങളൊന്നും തമാശ കളിയിലൊന്നും അത്തരത്തിലുള്ള വാക്ക് പോലും ഉപയോഗിക്കരുത്. എനിക്ക് അതേ എന്നോട് പറയുള്ളൂ. കളി വേറെ, തമാശ വേറെ. ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാലം കണക്ക് ചോദിക്കും കേട്ടോ. നല്ലോണം ആലോചിച്ചോ. എന്തായാലും ബാക്കി കേൾക്കാം. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ സൊല്യൂഷൻ എന്താണ് അതേപോലെ സ്വീകരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാനൊരു അട്ടയും പുഴുവൊന്നും അല്ല. ഡെയിലി ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റൂല. ഇവിടെ മൊത്തം മുഴ കണക്കാണിരിക്കുന്നത്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. വയറ്റിനകത്ത് വെപ്രാളം. 3 മാസം പൂർത്തിയായി, 4-ാം മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഇപ്പൊ തന്നെ ഓഫ് ചെയ്ത് വെച്ചതാ. സ്റ്റാർട്ട് ചെയ്യണ്ട. എന്തിനാ സ്റ്റാർട്ട് ചെയ്യണു? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നിങ്ങൾ തമ്മിത്തല്ല. പിന്നെ എന്തിനാ 3, 4, 2? അല്ലെങ്കിലും ചോറ് തന്നെ മനുഷ്യനിക്ക് ആലോചിച്ചൂടെ? ഇത്രയും നാട്ടുകാരും ഇത്രയും സ്വന്തം വാപ്പിയും ഉമ്മയും അവൻ മോശമാണ്, അവൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ആ വീട്ടുകാരെ മാനം കെടുത്തിയിട്ട് ജീവൻ തന്നെ മതിയെന്ന് പറഞ്ഞ് പോന്നിട്ട് ഗർഭിണിയായിട്ട് ഇപ്പൊ എത്ര മാസമായി എന്ന് പറഞ്ഞത്? ഇപ്പൊ എന്താ പറയുന്നു 3-4 സ്റ്റാർട്ട് ചെയ്യാന്ന്. കഴിഞ്ഞ മാസം പറഞ്ഞു 6 കഴിഞ്ഞു. ഇതിപ്പോ ഏതപ്പോ സത്യം എന്ന് പടച്ചോനറിയാം. എന്തായാലും എത്രയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തൽക്കാലം അത് ഓഫ് ചെയ്തൊക്കെ അതേ കൂട്ടത്തിൽ എന്റെ തൊള്ളി എന്നിട്ട് പോകാൻ വരികയെ പോവുകയെ എന്തെങ്കിലും ഇതൊന്ന് ലൈവും വീഡിയോ ആക്കിയിട്ടായിരിക്കും മകളെ. എന്നാൽ തന്നെ കുറെ എന്റെ പ്രശ്നം കഴിച്ചു. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഈ പേര് കഴിഞ്ഞിട്ട് അടുത്ത് കെട്ടേണ്ട എന്തോ പരിപാടി എൻ്റെ അടുത്തുണ്ട്. ഓ നല്ലതല്ലാന്ന് ഞാൻ എന്നോ മുദ്ര എത്തിക്കണു. അതിപ്പോ എനിക്ക് ഓനോടൊരു ദേഷ്യം ഉണ്ടായിട്ടല്ല. ഇജ് പറഞ്ഞറിവെന്നെ എന്ത് എല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നു മറ്റേ അവനെ വിശ്വസിക്കരുതേ, അവനെ കെട്ടരുതേ, അവന്റെ മുമ്പ് ഒരു പെണ്ണെ വെള്ളം അടിച്ചിട്ട് ഉപദ്രവിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഡെയിലി തല്ലാറുണ്ട് എന്നൊക്കെ ഇജ് പറയും. എന്നിട്ട് അതിന്റെ ആൻസറും ഇജ് പറയും എന്റെ ഷാൻ അങ്ങനെ ചെയ്യൂല, എന്റെ ഷാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അല്ലേ മക്കളെ? ബാപ്പ ചീന്ന് വിളിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. പിറ്റീസം വന്നിട്ട് എന്താ പിന്നെ ഇതിനെ ചെയ്യാ? ഇച്ചിരി പിടുത്തമല്ല. നല്ല ഏതെങ്കിലും ചെറുക്കന്മാരുണ്ടെങ്കിലേ വല്ലാണ്ട് സുഖിച്ചിങ്ങനെ കറങ്ങി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കാമായിരുന്നു. എന്നാ പോലെ അങ്ങനെയാണ് സുഖിച്ചണ്ട. ഓൽക്കും കേറാലോ ലൈവില്. അപ്പോഴത്തേക്ക് ഈ മക്കൾ എനിക്ക് വേണം. ഇത് മാക്സിമം അത് അലിഞ്ഞു പോയതാണ് മക്കളെ, പൊട്ടിയതല്ല. മാക്സിമം ഈ അധികാരികളെ മുമ്പേ എത്തണം. കാരണം എന്റെ നമ്പര് മക്കളെ കിട്ടേരി, എന്റെ നമ്പര് 98 അല്ല 89 213 95 498. ഇതാണ് എന്റെ നമ്പര്. ഈ നമ്പറിൽ ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നാവായിക്കുളം പഞ്ചായത്തിൽ പുന്നോടെന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വന്ന് ചോദിച്ചാൽ ആർക്കും അറിയാൻ പറ്റും നമ്മളെ. ഈ 24 മണിക്കൂറും അന്റെ പോസ്റ്റ് കൊണ്ട് ബാക്കി ഒരു പോസ്റ്റും വേറെ ആർക്കും ഇടാൻ പറ്റുന്നില്ല. ഇനിയിപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് പഞ്ചായത്താ? ആ പഞ്ചായത്തിൽ വന്നിട്ട് എന്നെ കുറിച്ചിട്ട് ഇജ്ജ് എങ്ങനെയാണെന്ന് ചോദിക്കണം അല്ലേ? അപ്പൊ ഓല് പറയും നല്ലൊരു പെണ്ണാണ്, റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല, ഇങ്ങനെയൊക്കെ ഓല് പറയായിരിക്കും അല്ലേ? എന്നെ കുറിച്ചിട്ട് ആർക്കും അറിയാത്ത മാതിരിയാണ് ഇപ്പൊ പറയുന്നത് അവിടെ പഞ്ചായത്തിൽ വന്ന് അന്വേഷിച്ചാൽ മതിന്ന്. ആരുമില്ലാത്തൊരു നിസ്സഹായ അവസ്ഥയാണ്. ഒന്നത്തെ കാര്യം ഞാൻ പ്രഗ്നന്റ് ആണ്, ഇറങ്ങി ഓടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇജ്ജാരെ PT ഉഷേ ഇറങ്ങി ഓടാന്? ഇജ്ജ് ഓടണ്ട, ഇജ്ജ് അവിടെ നിൽക്കേ. ഓടിന്റെ കോലല്ലേ ഇപ്പൊ ഈ കടന്ന് പോങ്ങണത്. വേണം അവിടെ വെച്ചേക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, ദുആ ചെയ്യണം. പിന്നെന്താ, ഞങ്ങള് സെഹറും ചെയ്യാ ദ്വയും ചെയ്യാ. ഇവിടെ ഓരോരുത്തർക്ക് സ്വന്തം കാര്യം പോലും പടച്ചവനോട് പറയാൻ നേരല്ല. ഓരോരുത്തരൊക്കെ തിയേറ്ററിൽ കയറിയിട്ട് ആമീൻ പറയുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഇനിയിപ്പൊ എനക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാ ഇപ്പം പോകണമെന്നാ പറയണ്ടു, വരണമെന്നാ പറയണ്ടു? ഏതാണ് എന്റെ തൊഴിൽ ഉൾപ്പെടുത്തേണ്ടത്? ഇതൊന്ന് പറഞ്ഞിട്ടിക്ക. ഇനിയിപ്പൊ എല്ലാരും പാടാണ് തുയർന്നു, ഓണ് വന്നു, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഓനാണ് തിരിച്ചു പോയ അപ്പടിച്ച് എന്ത് ഓന്നെ തല്ലി, ഓന്നെ അങ്ങനെ കാട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ഇനി അല്ല ഓൻ നല്ല രീതിക്കാ പൈക്കണ വെച്ചെങ്കിൽ പറയും പാത വിളിച്ച് കൊതി തീർന്നിട്ടില്ല എന്നുള്ളത്. ഇനി അതല്ല, ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും ഒരു സോഫ സെറ്റിലാണ്ട് ഇരിക്കും. ആരാണ് എന്റെ ഷാനിനെ പറയാം? നിങ്ങൾക്ക് എന്ത് അർഹത ഉണ്ട് എന്റെ ഷാനിനെ പറയാം? നമ്മൾ തമ്മിൽ പല പ്രശ്നവും ഉണ്ടാവും. ഒരു കുടുംബമാകുമ്പോഴും ഒരു കുട്ടികളാകുമ്പോഴൊക്കെ അതെല്ലാവരുടെ വീട്ടിലുള്ള പതിവാ ഇല്ലേക്ക അപ്പക്ക. നീ ആരടാ ചോദിക്കാം? പിന്നെ ഇവിടേക്കൊക്കെ വേണ്ടി ദോയ ചെയ്ത നമ്മളാരാവും? എമ്മാരി സസ്യാവും അതൊന്ന് പറഞ്ഞ
അപ്പൊ തോന്നും ഞമ്മക്ക് എന്നാ നമ്മളെ തന്നെയാണ് പറഞ്ഞാൽ മതിയെന്നു. ഇതില്ല സമയം എടുത്തിട്ട് ഓൾക്ക് വേണ്ടി ദോയ ചെയ്തിട്ട് ഓനെ വരുത്തിച്ചിട്ട് പിന്നെ ഓന്റെ തൊള്ളയിൽ ഇരിക്കണമെന്ന് നമ്മൾ കേൾക്കണം. എന്തിനാ അതിനൊക്കെ നിൽക്കണം. ഞാൻ പോവുക.